ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. കുറ്റപ്പെടുത്തി കേന്ദ്രവും സംസ്ഥാനവും. വാടകയില്ല, വീടില്ല, പട്ടിണിയുടെ വക്കിൽ ദുരന്തബാധിതർ. കൽപ്പറ്റ. പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കുറ്റപ്പെടുത്തലല്ലാതെ മറ്റൊന്നും കാര്യമായി നടക്കാത്തതിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതർ. ഒരു മാസമായി ഭക്ഷ്യക്കിറ്റും നിലച്ചതോടെ പട്ടിണിയുടെ വക്കിലാണ് പല കുടുംബങ്ങളും. ഉരുൾപൊട്ടലുണ്ടായി 4 മാസം കഴിഞ്ഞിട്ടും പുനരധിവാസത്തിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആയില്ല. ഗുണഭോക്തൃ പട്ടികയിൽ പോലും അന്തിമ തീരുമാനമായില്ല. ഇതിനിടെയാണ് ലഭിച്ചുകൊണ്ടിരുന്ന ഭക്ഷ്യക്കിറ്റും ഒരു മാസമായി നിലച്ചത്. പുഴുവരിച്ച അരി വിതരണം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിൽ വലിയ സമരം നടത്തി. റവന്യൂ വകുപ്പ് വിതരണം ചെയ്ത കിറ്റിൽ പഞ്ചായത്തിന് ഉത്തരവാദിത്തമില്ല എന്നായിരുന്നു പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. എന്തായാലും നവംബർ 7 മുതൽ കിറ്റ് വിതരണം മുടങ്ങി. പല കുടുംബങ്ങളും പട്ടിണി കൂടാതെ കഴിഞ്ഞുപോയത് ഈ കിറ്റിനെ ആശ്രയിച്ചായിരുന്നു. വാടക വിതരണം ഉൾപ്പെടെ മുടങ്ങുന്നതോടെ വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ചാടിയ അവസ്ഥയിലാണ് ദുരന്തബാധിതർ. ദുരന്തമുഖത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതാണ് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ സുഗമമാക്കാൻ സാധിച്ചത്. വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകുന്നതും സമയബന്ധിതമായി നടത്താൻ സാധിച്ചു. ഇതിനെല്ലാം സംഘടനകളും ജനങ്ങളും ഒപ്പം നിന്നു. എന്നാൽ താൽക്കാലിക പരിഹാരം കണ്ട ശേഷം കളം വിടുന്ന സർക്കാരുകളെയാണു ദുരന്തബാധിതർ കണ്ടത്. വാടക വീടുകളിൽ പലരുടെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ ദിവസവും തള്ളിനീക്കുന്നത്. ഭൂരിഭാഗം പേർക്കും തൊഴിലില്ല. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും തോട്ടം തൊഴിലാളികൾക്കു മറ്റ് സ്ഥലത്ത് തൊഴിൽ നൽകുമെന്ന് എസ്റ്റേറ്റ് അധികൃതർ അറിയിച്ചെങ്കിലും നടപടിയായില്ല. തൊഴിലെടുക്കാൻ സാധിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് തിരിച്ചെത്താനും ദുരന്തബാധിതർക്ക് ആയിട്ടില്ല. ദുരന്തം നടന്നു 4 മാസം കഴിയുമ്പോഴും ജൂലൈ 30 പുലർച്ചെ നനഞ്ഞ മഴയിലും ചെളിയിലും കുതിർന്ന അതേ നിൽപ്പ് നിൽക്കുകയാണ് ദുരന്തബാധിതർ. നിരക്കു വർധനയ്ക്കു പുറമെ സർചാർജും വേണമെന്ന് KSEB, വേണ്ടെന്ന റെഗുലേറ്ററി കമ്മീഷന്. തിരുവനന്തപുരം. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനു പുറമെ ജനുവരി മുതൽ 17 പൈസ സർചാർജ് കൂടി പിരിക്കാനുള്ള KSEB നീക്കത്തിന് തടയിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്. സർചാർജായി വലിയ തുക പിരിക്കാൻ കഴിയില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന് വ്യക്തമാക്കി. ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിൽ 37.10 കോടിയുടെ അധിക ബാധ്യത ഉണ്ടായെന്ന് ഹിയറിംഗിൽ KSEB അറിയിച്ചു. ഈ ബാധ്യത വകയിരുത്താല യൂണിറ്റിന് 17 പൈസ സർചാർജ് ഈടാക്കാൻ അനുവദിക്കണമെന്നും KSEB ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസത്തെ കണക്ക് കാണിച്ച് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ KSEBക്കു നിർദ്ദേശം നൽകി. പൊതുവേദികളിലെ ചർച്ച ഒഴിവാക്കാൻ അതാണ് നല്ലതെന്നും കമ്മീഷന് വ്യക്തമാക്കി. നിലവിലെ മുൻബാധ്യത തീർക്കാൻ 19 പൈസയാണ് ഉപയോക്താക്കള് സർചാർജ് നൽകുന്നത്. ഇത് ഡിസംബറിൽ അവസാനിക്കും. ആ സാഹചര്യത്തിലാണ് ജനുവരി മുതൽ 17 പൈസ സർചാർജ് ഈടാക്കാൻ KSEB അനുമതി തേടിയത്. ഇപ്പോൾ കമ്മീഷന് അത് അനുവദിച്ചില്ലെങ്കിലും 3 മാസത്തെ കണക്കു നൽകി കഴിയുമ്പോൾ വീണ്ടും സർചാർജ് ഭാരം ഉപയോക്താക്കൾക്ക് മേലെ ചുമത്തപ്പെടുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസമാണ് KSEB യൂണിറ്റിന് ശരാശരി 16 പൈസ നിരക്ക് വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചെന്ന് പരാതി. കേസെടുത്ത് പോലീസ്. തിരുവനന്തപുരത്ത് 4 വയസ്സുകാരിയെ സ്വകാര്യ ഭാഗത്ത് അധ്യാപിക മുറിവേൽപ്പിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് കല്ലാട്ടുമുക്ക് ഓക്സ്ഫോർഡ് സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെ കേസെടുത്തു. അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു. ഉച്ചയ്ക്ക് ശുചിമുറിയിൽ പോയതിന് വഴക്ക് പറഞ്ഞ ശേഷം കുഞ്ഞിനെ ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചക്കാണ് അധ്യാപിക ഉപദ്രവിച്ചതെന്നാണ് LKGയിൽ പഠിക്കുന്ന കുഞ്ഞ് പറഞ്ഞത്. പിതാവ് കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചു വീട്ടിലെത്തിച്ചതിനു ശേഷം മുത്തശ്ശി കുളിക്കാൻ വിളിച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. കുഞ്ഞ് കുളിക്കാൻ വിസമ്മതിച്ചു കരഞ്ഞു. തുടർന്ന് മുത്തശ്ശി ചോദിച്ചപ്പോഴാണ് അടിവേരില് വേദനിക്കുന്നുവെന്ന് കുഞ്ഞ് പറഞ്ഞത്. മുത്തശ്ശി ഉടുപ്പൂരി പരിശോധിച്ചപ്പോൾ സ്വകാര്യ ഭാഗത്ത് നുള്ളി മുറിവേൽപ്പിച്ച പാട് കാണുകയായിരുന്നു. തുടർന്ന് ജോലിക്ക് പോയിരുന്ന അമ്മയെ വിളിച്ച് രാവിലെ കുളിപ്പിച്ചപ്പോൾ എന്തെങ്കിലും മുറിവ് ശ്രദ്ധിച്ചിരുന്നോ എന്ന് മുത്തശ്ശി തിരക്കി. അങ്ങനെയൊന്നും കണ്ടില്ലെന്ന് അമ്മ പറഞ്ഞതോടെ മുത്തശ്ശി കുട്ടിയുമായി സ്കൂളിലെത്തി വിവരം തിരക്കുകയായിരുന്നു. CCTV പരിശോധനയിൽ അധ്യാപിക കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടുവെന്ന് വീട്ടുകാർ പറയുന്നു. തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സ നൽകി. ഇന്ന് രാവിലെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഫോർട്ട് പോലീസ് അധ്യാപികയ്ക്കെതിരെ കേസെടുത്തു. മറ്റു തെളിവുകൾ ശേഖരിച്ച ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും പോലീസ് പറയുന്നു. ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ച ആയമാര് അറസ്റ്റിലായ ദിവസങ്ങൾക്കുള്ളിലാണ് 4 വയസ്സുകാരിക്കു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ കാർ ചേസ്. റീൽസ് ചിത്രീകരണത്തിനിടെ അതേ കാറിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം. കോഴിക്കോട് ബീച്ചിൽ വാഹനത്തിന്റെ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ അതേ വാഹനമിടിച്ച് യുവാവ് മരിച്ചു. വടകര കടമേരി തച്ചിലേരി താഴകുന്നി സുരേഷ് ബാബുവിന്റെ മകൻ ആൽവിൻ 20 ആണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 7:30 വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബീച്ചിലെ റോഡിലാണ് അപകടമുണ്ടായത്. കാർ ചേസ് ചെയ്യുന്ന റീൽസാണ് എടുത്തത്. ആൽവിൻ റോഡിന്റെ ഡിവൈഡറിൽ നിന്നു കാർ വരുന്നതിന്റെ വീഡിയോ എടുക്കുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ കാർ ആൽവിനെ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ആൽവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കേരളത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിക്കണം. കേന്ദ്ര ധനകാര്യ കമ്മീഷനെ സന്ദർശിച്ച് UDF നേതാക്കൾ.
തിരുവനന്തപുരം കേരളത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷനോട് ആവശ്യപ്പെട്ട് UDF. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിനുള്ള നികുതി വിഹിതം കുറഞ്ഞുവരികയാണെന്ന് ധനകാര്യ കമ്മീഷനെ കോവളത്ത് സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശന് പറഞ്ഞു. കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ കാലത്ത് നികുതി വിഹിതം 2.5% 15ാം ധനകാര്യ കമ്മീഷന് വന്നപ്പോൾ 1.92% കുറഞ്ഞു. സംസ്ഥാനങ്ങൾക്കാകെ നൽകുന്ന നികുതി വിഹിതം ഇപ്പോൾ 41%. അത് 50% ഉയർത്തണം. ആളോഹരി വരുമാനം കൂടിയത് ഇപ്പോൾ കേരളത്തിന് ദോഷമാകുകയാണ്. അതിനു കൊടുത്തിരിക്കുന്ന 45% വെയിറ്റേജ് 25% കുറയ്ക്കണം. വിവിധ മേഖലകളിലെ സെസ്സും സർചാർജും ഏർപ്പെടുത്തുന്നത് കേന്ദ്രത്തിന്റെ കൗശലമാണ്. അത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല. GST വിഹിതം മാത്രമാണ് കിട്ടുന്നത്. സംസ്ഥാനത്തിനു കൊടുക്കേണ്ട നികുതിയുടെ പൂളിലെ സെസ്സും സർചാർജും ഉൾപ്പെടുത്തണം. ജനസംഖ്യ കുറഞ്ഞതിന്റെ പേരിൽ കേരളം ശിക്ഷിക്കപ്പെടുകയാണ്. അത് പറഞ്ഞാണ് നികുതി വിഹിതം കുറയ്ക്കുന്നത്. അതിന്റെ വെയിറ്റേജ് 10% കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. IPCC റിപ്പോർട്ട് പ്രകാരം കേരളം ഏറ്റവും കൂടുതൽ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തസാധ്യതയുള്ള പ്രദേശമാണ്. അതിനുള്ള പ്രത്യേക പരിഗണന നികുതി വിഹിതത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യവും ഉന്നയിച്ചു. വനം നിലനിർത്തുന്നതിന് പ്രത്യേക പരിഗണന നൽകണം. പ്രാദേശിക സർക്കാർ സംവിധാനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നൽകണം. ആരോഗ്യ, വിദ്യാഭ്യാസ രംഗത്ത് കേരളം കൂടുതൽ മുതൽ മുടക്കുന്നതിനാൽ റവന്യൂ ചെലവ് വർദ്ധിക്കുന്നുണ്ട്. അത് പരിഗണിച്ച് റവന്യൂ കമ്മി ഗ്രാന്റ് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടതായി VD സതീശന് പറഞ്ഞു. വിവാഹ വാഗ്ദാനം നൽകി സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു. ഗർഭിണിയായപ്പോൾ വിദേശത്തേക്ക് മുങ്ങി. യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിനിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഗർഭിണിയാക്കിയ ശേഷം വിദേശത്തേക്കു കടന്ന പ്രതിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കസബ പോലീസ് പിടികൂടി. കാഞ്ഞങ്ങാട് പുല്ലൂർ വീട്ടിൽ മുഹമ്മദ് ആസിഫിനെയാണ് 26 അറസ്റ്റ് ചെയ്തത്. സ്കൂൾ വിദ്യാർത്ഥിനിയെ വിവാഹം കഴിക്കാമെന്നു പറഞ്ഞു പ്രലോഭിപ്പിച്ച് 2022 മുതൽ കോഴിക്കോടുള്ള ഹോട്ടലിലും വയനാട്ടിലെ വിവിധ റിസോർട്ടുകളിൽ വെച്ചും പലതവണ പീഡിപ്പിക്കുകയായിരുന്നു. വിദ്യാർത്ഥിനിയുടെ 5 പവൻ സ്വർണം കൈക്കലാക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ പ്രതി വിദേശത്തേക്ക് കടന്നുകളഞ്ഞു. പ്രതിക്കെതിരെ ലുക്കുട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ പ്രതിയെ ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞ് അറസ്റ്റ് ചെയ്തു. കസബ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗോപകുമാറിന്റെ നിർദ്ദേശപ്രകാരം ASI സജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുമിത് ചാൾസ്, മുഹമ്മദ് സക്കറിയ എന്നിവർ ചേർന്നു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സിയാച്ചിനിൽ ആദ്യ നേവി ഹെലികോപ്റ്റർ ഇറക്കി പുല്ലുരാമ്പാറയുടെ പ്രണോയ് റോയ്. തിരുവമ്പാടി 1 വർഷം നീണ്ട കഠിനമായ പരിശീലനത്തിനൊടുവിൽ പുല്ലുരാമ്പാറ കുബ്ലാട്ടുകുന്നേൽ പ്രണോയ് റോയ് 28 സിയാച്ചിനിലെ 20,000 അടി ഉയരത്തിലെ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറക്കുമ്പോൾ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നൊരു നിലം തൊടലായിരുന്നു. ആർമിയുടെയും എയർഫോഴ്സിന്റെയും വിമാനങ്ങൾ സിയാച്ചിൻ മഞ്ഞുമലകളിൽ ഹെലികോപ്റ്റർ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇതേ നേട്ടം കൊയ്യുന്ന ആദ്യ നേവി പ്രതിനിധിയായി പ്രണോയ് റോയ് മാറുകയായിരുന്നു. അതോടെ പ്രണോയ് സിയാച്ചിൻ ക്യാപ്റ്റൻ പദവിക്കും അർഹനായി. ഇത് രണ്ടും അഭിമാനത്തോടെ ഇന്ത്യൻ ആർമി സമൂഹമാധ്യമത്തിലൂടെ ലോകത്തെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു. പുല്ലുരാമ്പാറ കുബ്ലാട്ടുകുന്നേൽ റോയിയുടെയും അൽഫോൻസിയുടെയും മകനാണ് പ്രണോയ് റോയ്. ഇന്ത്യൻ നേവി 614-1 ബ്രിഗേഡിലെ അംഗമായ അദ്ദേഹം സൈന്യത്തിന്റെ പുതിയ സംരംഭമായ നേവി, ആർമി, എയർഫോഴ്സ് ക്രോസ് അറ്റാച്ച്മെന്റിൽ ജോയിൻ ചെയ്യുകയും പൈലറ്റായി സിയാച്ചിൻ മഞ്ഞുപാളിയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ഹെലികോപ്റ്റർ പറത്തുകയും ചെയ്തു. സീ ഫ്ലൈയിങ്ങും ഗ്ലേഷ്യർ ഫ്ലൈയിങ്ങും വിജയകരമായി പൂർത്തീകരിച്ച പ്രണോയ് റോയിക്ക് ആർമി കോർ കമാൻഡറാണ് സിയാച്ചിൻ ക്യാപ്റ്റൻ ബാഡ്ജ് സമ്മാനിച്ചത്. ഇതോടെ സൈന്യത്തിന്റെ മഞ്ഞുപാളിയിലെ പ്രത്യേക ദൗത്യത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 10ാം ക്ലാസ് വരെ മുക്കം സ്കൂളിൽ പഠിച്ച പ്രണോയ് തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് സ്കൂളിലായിരുന്നു +2 പൂർത്തിയാക്കിയത്. തുടർന്ന് വിശാഖപട്ടണത്ത് ബിടെക് പൂർത്തിയാക്കി 2019 നേവിയിൽ ചേരുന്നത്. അടിസ്ഥാന പരിശീലനത്തിന് ശേഷം എയർഫോഴ്സിൽ പൈലറ്റ് ആകാനുള്ള പരിശീലനം ലഭിച്ചു. പിന്നീട് ഹെലികോപ്റ്റർ പൈലറ്റായി മുംബൈയിൽ 2.5 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് നേവി ക്രോസ് അറ്റാച്ച്മെന്റിനു വേണ്ടി ആർമിയിലേക്ക് അയച്ചത്. ട്രൈ സർവീസ് ഇന്റഗ്രേഷന്റെ ഭാഗമായാണ് അവിടെ പരിശീലനം ലഭിച്ചത്. ഈ പരിശീലനവും പരീക്ഷയും പാസ്സായ ശേഷം സിയാച്ചിൻ മഞ്ഞുപാളിയിൽ ഹെലികോപ്റ്റർ പരിശീലനം മികവോടെ പൂർത്തിയാക്കുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി ആർമിയുടെ ലേ യൂണിറ്റിലാണ് ജോലി ചെയ്യുന്നത്. പാകിസ്ഥാൻ ഭാഗത്തെ ഇന്ത്യൻ പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാർക്ക് അടിയന്തര സാഹചര്യമുണ്ടായാൽ രക്ഷപ്പെടുത്താനും മറ്റ് സഹായങ്ങളെത്തിക്കാനുമാണ് ഹെലികോപ്റ്റർ സൗകര്യം ആവശ്യമായി വരുന്നത്. പ്രണോയിന്റെ സഹോദരി അനഘ റോയി ആർമിയിലെ നഴ്സിംഗ് ക്യാപ്റ്റനാണ്. ന്യൂനമർദ്ദം ശക്തിപ്രാപിക്കും. വ്യാഴാഴ്ച മുതൽ സംസ്ഥാനത്ത് കനത്ത മഴ. 8 ജില്ലകളിലെ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, തെക്കുകിഴക്കന് ബംഗാൾ ഉൾക്കടലിനും ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. ഡിസംബർ 12 മുതൽ 14 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂര്, പാലക്കാട്, മലപ്പുറം,
കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളില് കാലാവസ്ഥ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോടഞ്ചേരി, തെയ്യപ്പാറ തലച്ചിറ മാത്യു മാത്തച്ചൻ 92 നിര്യാതനായി. സംസ്കാരം പിന്നീട്. ഭാര്യ മറിയക്കുട്ടി മുരുക്കുംതൊട്ടി മണിയാട്ട് കുടുംബാംഗം. മക്കൾ ജോർജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് റിട്ടയർഡ് ഹെഡ് നേഴ്സ്, ഫാദർ ജോൺ CMI, ജോളി ജെസ്സി ഡാലി നേഴ്സ് മസ്കറ്റ്, സജി എഞ്ചിനീയർ എറണാകുളം, CB എഞ്ചിനീയർ UK, സിമി മരുമക്കൾ സില്ലിക്കുട്ടി കുമ്മണ്ണപ്പറമ്പിൽ റിട്ടയേർഡ് നഴ്സിംഗ് സൂപ്രണ്ട് മെഡിക്കൽ കോളേജ്, ആൻസി നെല്ലിക്കയത്ത്, ജോസ് തേന്മല, ബെന്നി പാലക്കൽ മസ്കറ്റ്, സിമി ഉപ്പുമാക്കൽ, BG പാലക്കൽ നഴ്സ് UK. കോടഞ്ചേരി മുറമ്പാത്തി മഠത്തിൽ അബ്രാഹം കുഞ്ഞപ്പൻ 79 നിര്യാതനായി. സംസ്കാരം നാളെ 11 ഡിസംബർ 24 രാവിലെ 11 കാഞ്ഞിരപ്പാറ സെന്റ് ജോൺസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ. ഭാര്യ പരേതയായ ചിന്നമ്മ കൊരിയമ്മാക്കൽ കുടുംബാംഗം. മക്കൾ ലീന KMCT ബിജു, മരുമക്കൾ രാജു പാറശ്ശേരി മുറമ്പാത്തി, എലിസബത്ത് പാറുക്കാരൻ വൈത്തിരി KSFE കോടഞ്ചേരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.